ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ മെറ്റീരിയൽ കൺട്രോൾ എന്നുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. അതിൽ നമുക്ക് എന്താണ് മെറ്റീരിയൽ കൺട്രോൾ എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിനെ കുറിച്ച് ഒന്നുകൂടി ഞാൻ പറയുകയാണ്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ കോസ്റ്റ് എന്നുള്ളത് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദ കോസ്റ്റ് മീൻസ് ദ ടോട്ടൽ ഓഫ് ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് ടു പ്രൊഡ്യൂസ് എ പ്രൊഡക്റ്റ് ഓർ പ്രൊവൈഡിങ് എ സർവീസ്. ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും ചേർന്നതാണ് കോസ്റ്റ് എന്ന് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ പറയുന്നുണ്ട് ഓൾ എക്സ്പെൻസസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു 3. ഈ എക്സ്പെൻസസിന് എല്ലാത്തിനും നമുക്ക് മൂന്ന് ഗ്രൂപ്പാക്കി തിരിക്കാം. ദേ ആർ നോൺ ആസ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. അതിന് നമുക്ക് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയാം. ദ ഫോളോയിങ് ആർ ദ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. എന്തൊക്കെയാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്? മെറ്റീരിയൽ, ലേബർ അല്ലെങ്കിൽ വേജസ്. ലേബറിന് കൊടുക്കുന്ന കൂലിയാണ് വേജസ്, അതുകൊണ്ട് വേജസ്. എക്സ്പെൻസസ്, ഇങ്ങനെ മൂന്ന് എലമെൻറ്റ്സ് ചേർന്നതാണ് കോസ്റ്റ്. ഈ കോസ്റ്റ് ആണ് നമ്മൾ ഓൾ എക്സ്പെൻസസ് ആയിട്ട് പറയാം. അപ്പോൾ ഈ മൂന്ന് എലമെൻറ്റ്സ് കൂടിയ എക്സ്പെൻസിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് മെറ്റീരിയൽ എന്നുള്ളതൊരു പ്രത്യേകം എടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു ഹെഡിങ് ആണ്, എലമെൻ്റ് ആണ് മെറ്റീരിയൽ. മെറ്റീരിയൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡയറക്റ്റ് മെറ്റീരിയൽസ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ്, അതായത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെൻസാണ് ഈ പറഞ്ഞ മെറ്റീരിയൽ. പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെൻസാണ്, എലമെൻ്റാണ് ഈ പറഞ്ഞ മെറ്റീരിയൽ. ഓക്കെ, അത് രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ, മറ്റൊന്ന് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഓക്കെ, ഇനി ഡയറക്റ്റ് മെറ്റീരിയലിലേക്ക് വരാം. ഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പ്രോഡക്റ്റ് ഓർ ജോബ്. ഒരു പ്രോഡക്റ്റുമേ അല്ലെങ്കിൽ ഒരു ജോബിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, കൺവീനിയൻ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന സച്ച് മെറ്റീരിയൽസ് ക്യാൻ ബി കൺവീനിയൻ്റ്ലി മെഷേർഡ്. അതാണ് അതിൽ വേണം. ആൻഡ് ചാർജ് ടു എ പർട്ടിക്കുലർ ജോബ് ഓർ പ്രൊഡക്റ്റ്. മൂന്ന് കാര്യങ്ങൾ അതിൽ ഒരു ഇതുണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം, അതുപോലെ തന്നെ കൺവീനിയൻ്റായിട്ട് മെഷർ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് അതിലേക്ക് ചാർജ് ചെയ്യാം. ആ ജോബിലേക്ക്, പ്രോഡക്റ്റിലേക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഇൻ ദ പ്രോഡക്റ്റ് ഓർ എ ജോബ് ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺവീനിയൻ്റ്ലി മെഷേർഡ് ആൻഡ് ചാർജ് ടു എ പർട്ടിക്കുലർ ജോബ് ഓർ പ്രോഡക്റ്റ്. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ്. ഇനി ഇൻഡയറക്റ്റ് മെറ്റീരിയൽസിലേക്ക് വരുമ്പോൾ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് കനോട്ട് ബി ഐഡൻറ്റിഫൈഡ്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു പ്രത്യേക പ്രോഡക്റ്റിലോ ജോബിലോ എത്ര രൂപയുടെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അത് നമുക്ക് മെഷർ ചെയ്യാനും പറ്റില്ല. ഓക്കെ, സച്ച് മെറ്റീരിയൽസ് ആർ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ്സ്. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഉപയോഗിക്കും, ബട്ട് കനോട്ട് ബി ചാർജ് ടു എ പർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. ഒരു പ്രത്യേക കോസ്റ്റ് യൂണിറ്റിലേക്ക്, കോസ്റ്റ് സെൻറ്ററിലേക്ക് നമുക്കത് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് ഫോം പാർട്ട് ഓഫ് ദ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഭാഗമായിട്ടും വരില്ല, പക്ഷേ ആ ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ്റെ പ്രോസസ്സിങ്ങിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് മെറ്റീരിയൽ കൺട്രോളാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ് നമുക്ക് മെറ്റീരിയൽ ഈസ് ദ ഫസ്റ്റ് മേജർ എലമെൻറ്റ് ഇൻ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ്. അതായത് നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മൊത്തം കോസ്റ്റിൽ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് മേജർ എലമെൻ്റാണ് ഈ പറഞ്ഞ മെറ്റീരിയൽ. സോ ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി കൺട്രോൾ. അതുകൊണ്ട് തന്നെ നമ്മളതിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. അതർവൈസ് ഇറ്റ് വിൽ കോസ് ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടുന്നതായിരിക്കും. പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടുമ്പോൾ സെല്ലിംഗ് പ്രൈസും കൂടും. സെല്ലിംഗ് പ്രൈസും കൂടുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല, പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പരമാവധി കുറയ്ക്കാം. നമ്മുടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ മെറ്റീരിയൽസിൻ്റെ ലോ ക്വാളിറ്റി മെറ്റീരിയൽസ് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാം. പക്ഷേ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ പ്രൊഡക്ഷൻ കോസ്റ്റ് എങ്ങനെ നമുക്ക് ചെയ്യാം, അതിന് ഈ മെറ്റീരിയൽ കൺട്രോൾ നമുക്ക് ആവശ്യം എന്നുള്ളതാണ്. അതിന് താഴെ നമുക്ക് പറയുന്നത് ടെക്നിക്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. മെറ്റീരിയൽ കൺട്രോളിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നോക്കാം. സെറ്റിംഗ് ഓഫ് ലെവലുകൾ സെറ്റ് ചെയ്യാം. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ എന്ന് ചുരുക്കി പറയും, അതും നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ, ഓരോ ടെക്നിക്സ് നമുക്ക് പഠിക്കണം. മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ, പെർപെച്വൽ ഇൻവെൻറ്ററി സിസ്റ്റം, ABC അനാലിസിസ്, ദെൻ VED അനാലിസിസ്, JIT മെത്തേഡ്, ജസ്റ്റ് ഇൻ ടൈം മെത്തേഡ്. ABC അനാലിസിസ് ഓൾവേസ് ബെറ്റർ കൺട്രോൾ അനാലിസിസ്. VED വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ അനാലിസിസ്. JIT എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇൻ ടൈം മെത്തേഡ്. ദെൻ FSN മെത്തേഡ് ഫാസ്റ്റ് സ്ലോ നോൺ മൂവിങ് മെത്തേഡ്. അതാണ് ഈ 8 തരം ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ 8 തരം ടെക്നിക്സ് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്.
ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് സെറ്റിംഗ് ഓഫ് ലെവൽസ്? EOQ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, MTR മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ, PI സിസ്റ്റം പെർപെച്വൽ ഇൻട്രസ്റ്റ് സിസ്റ്റം, ABC അനാലിസിസ് ഓൾവേസ് ബെറ്റർ കൺട്രോൾ, VED അനാലിസിസ് വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ അനാലിസിസ്, JIT മെത്തേഡ് ജസ്റ്റ് ഇൻ ടൈം മെത്തേഡ്, FSN മെത്തേഡ് ഫാസ്റ്റ് സ്ലോ നോൺ മൂവിങ് മെത്തേഡ്. ഇതാണ് ഇത് നമുക്ക് വരുന്നത് കേട്ടോ. ഓക്കെ. ഇനി അതിൻ്റെ സെറ്റിംഗ് ഓഫ് ലെവൽസ് സെറ്റിംഗിൽ നമുക്ക് ദ ഫോളോയിങ് ആർ ദ ലെവൽസ്, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മെറ്റീരിയൽസ്. എന്തൊക്കെയാണ്? റീഓർഡർ ലെവൽ, മിനിമം ലെവൽ, മാക്സിമം ലെവൽ, ആവറേജ് ലെവൽ, ഡേഞ്ചർ ലെവൽ. ഇങ്ങനെ 4-5, അതായത് റീഓർഡർ ലെവൽ, മിനിമം ലെവൽ, മാക്സിമം ലെവൽ, ആവറേജ് ലെവൽ, ഡേഞ്ചർ ലെവൽ, ഇങ്ങനെ നമുക്ക് 5 ലെവലുകൾ നമുക്ക് ഈ ലെവൽസ് പഠിക്കാനുണ്ടെന്നുള്ളതാണ്. റീഓർഡർ ലെവൽ എങ്ങനെ കണ്ടുപിടിക്കാം, എന്താണ് റീഓർഡർ ലെവൽ, ദെൻ മിനിമം ലെവൽ അതെങ്ങനെ കണ്ടുപിടിക്കാം, അതെന്താണ് മിനിമം ലെവൽ, മാക്സിമം ലെവൽ എന്താണ്, ആവറേജ് ലെവൽ എന്താണ്, ഡേഞ്ചർ ലെവൽ എന്താണ്, ഇത് നമുക്ക് പഠിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. വിശദമായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതുവരെ എഴുതി നമ്മൾ പറഞ്ഞു നിർത്താണ് മെറ്റീരിയൽ കൺട്രോളിൽ കേട്ടോ. അപ്പം എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ് നമുക്ക് തുടക്കം വെച്ചത്. ഓക്കെ. കൃത്യമായിട്ട് കേൾക്കുക, മനസ്സിലാക്കുക. താങ്ക് യു.